Hi everyone, welcome back to another class of salt analysis. Salt analysisൽ 4 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ പാർട്ടിൽ കാറ്റയോണിൻ്റെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ 0 ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും അനാലിസിസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തേർഡ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് തേർഡ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തേർഡ് ഗ്രൂപ്പ് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തേർഡ് ഗ്രൂപ്പ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? കാറ്റയോണിൽ ആദ്യം നമ്മൾ ചെയ്യാൻ തുടങ്ങേണ്ടത് 0 ഗ്രൂപ്പാണ്. 0 ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്യും. ഫസ്റ്റ് ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്യും. സെക്കൻഡ് ഗ്രൂപ്പും ആബ്സെൻ്റ് ആയ ഒരാളാണ് ഏത് ഗ്രൂപ്പ് ചെയ്ത് നോക്കുക? തേർഡ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് തേർഡ് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുന്നത്? സോൾട്ട് സൊല്യൂഷനിലേക്ക് സോളിഡ് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് സോളിഡാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ ജെലാറ്റിനസ്, അങ്ങനെ കഞ്ഞിവെള്ളം പോലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കാറ്റയോണിൽ തേർഡ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. തേർഡ് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് ചെയ്യുന്നു. എങ്ങനെയാണ് തേർഡ് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്? ഫസ്റ്റ് സോൾട്ട് സൊല്യൂഷനിലേക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് NaOH സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിലേക്ക് എക്സസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സോളിബിൾ ആവും. വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് soluble in excess NaOH solution. അങ്ങനെ വന്നാൽ അലുമിനിയം, തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയം ഐഡൻറ്റിഫൈഡ് ആവും. അലുമിനിയം ഐഡൻറ്റിഫൈഡ് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അലുമിനിയത്തിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റാണ്. കൺഫർമേഷൻ ആഷ് ടെസ്റ്റാണ്. എങ്ങനെയാണ് ആഷ് ടെസ്റ്റ് ചെയ്യുക? സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും അതുപോലെ തന്നെ കൊബാൾട്ട് നൈട്രേറ്റ് ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിൻ്റെ ശേഷം ഒരു ഫിൽട്ടർ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ബേൺ ടു ആഷ്. ബ്ലൂ ടിൻറ്റഡ് ആഷ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ അലുമിനിയം കൺഫേംഡ് ആണ്. ഈ ടെസ്റ്റ് നമ്മൾ പ്രിലിമിനറി ടെസ്റ്റിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആഷ് ടെസ്റ്റ് ആണ്. ബ്ലൂ ടിൻറ്റഡ് ആഷ് ഉണ്ടെങ്കിൽ അലുമിനിയം കൺഫേംഡ് ആണ്. ഇനി നിങ്ങൾക്ക് തേർഡ് ഗ്രൂപ്പ് ചെയ്തപ്പോൾ അത് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അനാലിസിസ് നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോർത്ത് ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക. എങ്ങനെയാണ് ഫോർത്ത് ഗ്രൂപ്പ് ഉണ്ടോ നോക്കുക? സോൾട്ട് സൊല്യൂഷനിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും അതിൻ്റെ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും കൂടി പാസ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അതിൽ ഫോർത്ത് ഗ്രൂപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നേരെ നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഫോർത്ത് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് ചെയ്യുക? സോൾട്ട് സൊല്യൂഷനിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. അത് എക്സസ് ഒഴിക്കുമ്പോൾ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുമ്പോൾ എക്സസ് ആയിട്ട് ഒഴിക്കുമ്പോൾ സോളിബിൾ ആയാൽ ഫോർത്ത് ഗ്രൂപ്പിലുള്ള കാറ്റയോണാണ് സിങ്ക്. സിങ്ക് അയൺ ഐഡൻറ്റിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെ കൺഫർമേഷൻ നടത്തണം. ആഷ് ടെസ്റ്റ് ആണ്. തേർഡ് ഗ്രൂപ്പിൽ ആഷ് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ ആഷാണ് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ സിങ്ക് ആണ്. അപ്പോൾ ആഷ് ടെസ്റ്റ് കൃത്യമായിട്ട് പഠിക്കണം. അലുമിനിയം ആണെങ്കിൽ ആഷ് ടെസ്റ്റിൽ നമുക്ക് ബ്ലൂ കളറാണ് വന്നത്. ഫോർത്ത് ഗ്രൂപ്പിലേക്കുള്ള കാറ്റയോൺ ആണ് സിങ്ക്. സിങ്കിൻ്റെ കേസിൽ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കളറാണ് വന്നത്? ഗ്രീൻ ടിൻറ്റഡ് ആഷ് ആണ്. അപ്പോൾ എന്ത് കൺഫേംഡ് ആയി? സിങ്ക് കൺഫേംഡ് ആയി.
ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് തേർഡ് ഗ്രൂപ്പും ഫോർത്ത് ഗ്രൂപ്പുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നന്നായി ഈ 2 ഗ്രൂപ്പ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഫോർത്തിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആബ്സെൻ്റ് ആണെങ്കിൽ, അതായത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും H2S ഗ്യാസും പാസ് ചെയ്തപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫോർത്ത് ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഫ്ത്ത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നന്നായി ഈ 2 ഗ്രൂപ്പ് പഠിക്കുക. താങ്ക് യു.